എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ടെമ്പററി ബോർഡ് വെക്കുന്നതിൻ്റെ നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമ്മൾ ഭിത്തി കെട്ടി വേണം ടെമ്പററി ബോർഡ് അതിൽ സ്ഥാപിക്കുവാൻ വേണ്ടി. അതിനുവേണ്ടി ഇതുപോലെ നമ്മൾ ഭിത്തി കെട്ടണം. ഭിത്തി കെട്ടുമ്പോൾ നല്ലപോലെ തറയൊക്കെ ഇട്ടുകൊണ്ട് വേണം ഭിത്തി കെട്ടാൻ വേണ്ടി. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1.5 മീറ്റർ ഉയരമാണ്. 1.5 മീറ്റർ ഉയരം, 1 മീറ്റർ വീതി, ഈ ഹൈറ്റിലാണ് ടെമ്പററി ബോർഡ് വെക്കാനുള്ള ഭിത്തി കെട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ അതിൽ വെക്കേണ്ട സാധനങ്ങൾ ഒരു ELCB, ഐസൊലേറ്റർ സ്വിച്ച്, പിന്നെ ബ്രേക്കറുകൾ, മോട്ടോർ DP സ്വിച്ച്, പവർ പ്ലഗ്, പിന്നെ 2 സോക്കറ്റ്, പിന്നെ ഒരു ബൾബിൻ്റെ കണക്ഷനാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ വെക്കേണ്ടത്. പിന്നെ മീറ്റർ വെക്കാനുള്ള ഒരു ബോക്സ്, PVC-യുടെ ഒരു ഫ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇതുപോലെ വെച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ കറണ്ട് ലഭിക്കുകയുള്ളൂ. ഇതിലായിട്ട് ഒരു പലക പോലെ എന്തെങ്കിലും ബോർഡ് അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഇപ്പം മേടിക്കാൻ കിട്ടും. അതിലേലും പലക വെച്ചാണെങ്കിലും ഉണ്ടാക്കി ഇതിൽ ആണി അടിച്ച് ഇങ്ങനെ ഹാങ് ചെയ്യാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എർത്ത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എർത്ത് ചെയ്ത് നമ്മുടെ കമ്പി അടിച്ച് എർത്ത് ചെയ്തിട്ടുണ്ട്. പുതിയ വീടിൻ്റെ പണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലൊക്കെ ഉള്ള പണികളാണ്. അന്നേരം കറണ്ട് അടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എർത്ത് ചെയ്തിരിക്കുന്നത്. ELCB എന്നാണെങ്കിലും നിർബന്ധമാണ്. കറണ്ടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പാകാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ മീറ്റർ സ്വിച്ച് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്രയും ചെയ്തതിന് ശേഷം വേണം നമ്മൾ KSEB-യിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി. അപേക്ഷ കൊടുത്ത് വീടിൻ്റെ ഉടമസ്ഥൻ ആരാണോ അയാൾ വേണം ഫോം ഫില്ല് ചെയ്ത് KSEB കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് എഞ്ചിനീയർ വന്ന് നോക്കിയിട്ട് ലൈൻമാനെ വിട്ട് നമുക്ക് മീറ്റർ ഇങ്ങോട്ട് മാറ്റി തരും. ഇതിപ്പം കൺസ്ട്രക്ഷൻ ഇതിലോട്ട് മാറും. നമ്മുടെ വീടിൻ്റെ ഇതിപ്പം പഴയ കണക്ഷൻ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. അത് മീറ്റർ മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പം വീടിൻ്റെ ഉപയോഗത്തിൽ നിന്ന് മാറി ഇപ്പം കൺസ്ട്രക്ഷൻ ഇതിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം കറണ്ട് ബില്ല് ഇച്ചിരി കൂടുതൽ വരും. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ വീടിലോട്ട് വീണ്ടും അപേക്ഷ കൊടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇത് നനയാതിരിക്കാൻ വേണ്ടി മുകളിലൊരു ഷീറ്റൊക്കെ ഇട്ട് ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. മഴ നനയരുത് ഒരു കാരണവശാലും. മഴ നനയാതെ വേണം ഷീറ്റൊക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെയാണ് വീട് പണിയുന്നത്. ഈ ഭാഗത്താണ് വീട് പണിയുന്നത്. അന്നേരം അപ്പോൾ അതിനുവേണ്ടി മീറ്റർ ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് KSEB പുതിയ കണക്ഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ടെമ്പററി ബോർഡ് സ്ഥാപിക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ കണക്ഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.